ഇപ്പോൾ മുൻ അംബാസിഡറും വിദേശകാര്യ വിദഗ്ധനുമായ ഡോക്ടർ ടി പി ശ്രീനിവാസൻ അതിഥിയായി ചേരുകയാണ്. ശ്രീനിവാസൻ സർ, ഇപ്പം ഡൊണാൾഡ് ട്രംപ് വീണ്ടും അമേരിക്കയുടെ പ്രസിഡന്റായി വന്നു കഴിഞ്ഞു. രാഷ്ട്രീയ നിലപാടുകൾ, നയങ്ങളൊക്കെ അദ്ദേഹം അറിയിച്ചു കഴിഞ്ഞിട്ടുണ്ട്. ഇന്ത്യ എങ്ങനെയാണ് ഈ ട്രംപിന്റെ രണ്ടാം വരവിനെ കാണേണ്ടത്? പ്രതീക്ഷയോടെ കാണണോ? എല്ലാ രാജ്യങ്ങൾക്കും ആശയും ആശങ്കയുമുണ്ട്. അത് നമുക്കുമുണ്ട്. ട്രംപിനെ പറ്റി നല്ല കാര്യങ്ങൾ അദ്ദേഹം ചെയ്യുമായിരിക്കാം. അതേസമയം തന്നെ തികച്ചും അപ്രതീക്ഷിതമായും നമ്മുടെ താല്പര്യങ്ങൾക്ക് വഴങ്ങാത്തതുമായ കാര്യങ്ങൾ ചെയ്യാനും അദ്ദേഹം അതിനുള്ള സാധ്യതയുണ്ട്. പക്ഷേ എല്ലാ രാജ്യങ്ങളും ഞാൻ നോക്കിയിട്ടിപ്പോൾ കാണുന്നത് ഇന്ത്യക്കാണ് കുറച്ച് ആശ്വാസം എന്ന് തോന്നുന്നു. നമുക്ക് പല കാരണങ്ങൾ കൊണ്ടും ട്രംപ് അധികാരത്തിൽ വന്നാൽ ഇന്ത്യക്ക് വലിയ പ്രശ്നമൊന്നും ഉണ്ടാവുകയില്ല എന്നുള്ളൊരു വിചാരമാണ് നമുക്കെല്ലാം ഉള്ളത്. അതിൻ്റെ ഒന്നാമത്തെ കാര്യം ചൈനയാണ്. ഒരു ഇന്ത്യയെ ഒരു ചൈനയുടെ ഫസ്റ്റ് ഡിഫൻസ് ആയിട്ടാണ് അവർ കണക്കാക്കുന്നത്. അതുകൊണ്ട് അതാണ് ക്വാഡ് എന്ന് പറഞ്ഞൊരു സംഘടന സൃഷ്ടിച്ചിരിക്കുന്നത്. അത് ഇന്ത്യ, US, ഓസ്ട്രേലിയ ആൻഡ് ജപ്പാൻ, ഇതെല്ലാം ജനാധിപത്യ രാജ്യങ്ങളാണ്. അപ്പോൾ ക്വാഡ് നമ്മളൊരു മിലിറ്ററി അലയൻസായി കണക്കാക്കുന്നില്ലെങ്കിൽ പോലും അമേരിക്കയുടെ ഉദ്ദേശം ക്വാഡിനെ ശക്തിപ്പെടുത്തുകയും അങ്ങനെ ചൈനയുടെ ആക്രമണം എന്തെങ്കിലും ഉണ്ടായാൽ ഒന്നിച്ച് പ്രവർത്തിക്കുകയും ചെയ്യുക എന്നുള്ളൊരു ആശയമാണ് അവരുടെ മനസ്സിലുള്ളത്. അത് ബൈഡൻ്റെ കാലത്ത് പോലും അതിന് പല കാര്യങ്ങളും അമേരിക്ക ചെയ്തിട്ടുണ്ട്. നമ്മൾ അതിലെ ഒരു മിലിറ്ററി അലയൻസായിട്ട് കാണാത്തത് നമുക്ക് യുദ്ധത്തിൻ്റെ ആവശ്യമില്ല, നമുക്ക് സമാധാനപരമായി തന്നെ പ്രശ്നങ്ങൾ പരിഹരിക്കാമെന്നുള്ള ഒരു ചിന്തയോടു കൂടിയാണ്. അപ്പോൾ അക്കാര്യത്തിൽ തീർച്ചയായിട്ടും പ്രസിഡന്റ് ട്രംപിന് ഇന്ത്യ ആവശ്യമാണ് എന്നുള്ളതാണ് ഒരു കാര്യം. രണ്ടാമത്തേത് നമ്മുടെ ടെക്നോളജി, നമ്മുടെ ഇന്ത്യക്കാരാണ് അവിടെ ടെക്നോളജി മുഴുവൻ കൺട്രോൾ ചെയ്യുന്നത്. അതുകൊണ്ട് അതിൽ വരേണ്ട മാറ്റങ്ങൾ, ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് കാര്യങ്ങളിലൊക്കെ തീർച്ചയായും ഇന്ത്യക്കാരോട് സഹകരിച്ചിട്ടായിരിക്കും പ്രസിഡന്റ് ട്രംപ് മുന്നോട്ട് പോവുക. അതുപോലെ ഈ H-1B വിസയുടെ കാര്യത്തിലും അദ്ദേഹത്തിന് ഇന്ത്യയിൽ നിന്നുള്ള ചെറുപ്പക്കാരെ ആവശ്യമുണ്ട് എന്നാണ് അദ്ദേഹത്തിൻ്റെ തീരുമാനം. അതുപോലെ തന്നെ അദ്ദേഹത്തിൻ്റെ സുഹൃത്ത് അദ്ദേഹം മസ്കും ആ അഭിപ്രായക്കാരനാണ്. പക്ഷേ റിപ്പബ്ലിക്കൻ പാർട്ടിക്കുള്ളിൽ ഈ H-1B വിസ ഇല്ലാതാക്കണമെന്ന് ആഗ്രഹിക്കുന്ന ധാരാളം യാഥാസ്ഥിതികരായ ആളുകളുണ്ട്. അവിടെയാണ് നമുക്കൊരു പ്രശ്നം ഉണ്ടാകാൻ സാധ്യത. അതുപോലെ സർ, ഇപ്പം ഏറ്റവും വലിയൊരു പ്രഖ്യാപനമായി നമ്മൾ പ്രതീക്ഷിക്കുന്നത് യുക്രൈൻ യുദ്ധം അവസാനിപ്പിക്കാനുള്ള ഡൊണാൾഡ് ട്രംപിന്റെ ഇടപെടലാണ്. അത് ഇതുവരെ പറഞ്ഞിട്ടില്ല, പക്ഷേ ആ യുദ്ധം അവസാനിപ്പിക്കുമെന്ന് പറയുന്ന ആ പ്രഖ്യാപനം അത് എത്രത്തോളം സാധ്യമാണ്? നെഗോഷിയേറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണല്ലോ. പുതിയ ഒരു പ്രോഗ്രാം അദ്ദേഹം മുന്നോട്ട് വെച്ചിട്ടുണ്ട്. അതായത് റഷ്യ കൈയടക്കിയ കുറച്ച് പ്രദേശങ്ങൾ റഷ്യക്ക് കൊടുക്കുക, അതുപോലെ യുക്രൈൻ ഇനി നാറ്റോയിൽ പോവുകയില്ല എന്ന് പ്രോമിസ് ചെയ്യുക. ഇതൊക്കെ ചെയ്താൽ ഒരുപക്ഷെ യുദ്ധം തീർക്കാൻ കഴിയുമെന്ന് തോന്നുന്നു. അതിനേക്കാളൊക്കെ ഇപ്പോൾ നമ്മൾ കണ്ടില്ലേ, ഗാസയുടെ കാര്യത്തിൽ അദ്ദേഹം അധികാരത്തിൽ വരുന്നതിന് തന്നെ മുമ്പ് തന്നെ അത് സംഭവിച്ചിരിക്കുകയാണ്. അപ്പോൾ എന്തുകൊണ്ട് ബൈഡന് കഴിഞ്ഞില്ല? കാരണം അദ്ദേഹം ഇസ്രായേലിനെ സപ്പോർട്ട് ചെയ്തിരുന്നു. ട്രംപും ഇസ്രായേലിൻ്റെ സപ്പോർട്ടറാണ്. ജെറുസലേമിലേക്ക് എംബസി മാറ്റിയത് ട്രംപാണ്. പക്ഷെ എന്നാലും ഇത്ര ക്രൂരമായ ആക്രമണങ്ങളോ മടങ്ങി വരാം.